വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇന്നത്തെ സ്വർണത്തിന്റെ വില കണ്ടായിരുന്നു. 14,915 രൂപയാണ് ഇന്നത്തെ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത്. സ്വർണത്തിന്റെ വില കയറി കയറി പോവുകയാണ്. നാളെ മിക്കവാറും അത് 15,000 ക്രോസ് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ വലിയ യുദ്ധങ്ങൾ വരുന്നുണ്ട്. പോരാത്തതിന് ഡോളറൈസേഷൻ നടക്കുന്നുണ്ട്. ഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ സ്വർണത്തിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ സ്വർണം മേടിക്കുകയാണ് പുറത്തുള്ള രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും. സ്വർണം നമ്മൾ മേടിച്ച് നമ്മൾ ആ സ്വർണത്തിലാണ് കൂടുതലും, സ്വർണം മാത്രമല്ല വെള്ളിയിലും നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വെള്ളി പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ മെറ്റലാണ് എന്നുകൂടെ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില കുത്തനെ കയറി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ കരുതൽ ശേഖരമുള്ളത് അമേരിക്കയുടെ കയ്യിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അമേരിക്കയിലേക്ക് ഈ രാജ്യങ്ങൾ സ്വർണം കൊണ്ടുവയ്ക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് പോലുള്ള സ്ഥലങ്ങൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്വർണ ശേഖരമാണ് എന്ന് പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. പോരാത്തതിന് ഈ യുദ്ധം, ആഭ്യന്തര കലാപം തുടങ്ങിയ ആ ഒരു രൂക്ഷമായിട്ടുള്ള രാജ്യത്തെ സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇതിന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അന്താരാഷ്ട്ര വ്യാപാരം അത് എളുപ്പമാണ്. കാരണം ഈ അന്താരാഷ്ട്ര വ്യാപാരം മുഴുവൻ നടക്കുന്നത് ഡോളറിലാണല്ലോ. ഡോളറിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയുടെ കയ്യിൽ കരുതൽ ശേഖരത്തിന്റെ, അതായത് നമ്മുടെ രാജ്യത്തിന് ഇത്ര കരുതൽ ശേഖരം എന്ന സ്വർണമുണ്ട്, അതിന്റെ ഇത്ര ശതമാനം നമ്മൾ അമേരിക്കയിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്രമായിട്ടുള്ള ഈ ഡോളറിന്റെ ഡോളർ നടക്കുന്ന വ്യാപാരം അത് വളരെ ഈസി ആവും. രാജ്യങ്ങൾക്കിടയിലെ കടം തീർക്കാൻ നമുക്ക് അത് ഉപയോഗിക്കാം. പിന്നെ ഡോളർ മറ്റ് കറൻസികൾക്ക് പണയം വെക്കാം. അടിയന്തരമായിട്ട് പണം സമാഹരിക്കാനും ഈ ലോണ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഈസിയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത. ഞങ്ങളുടെ കറൻസിക്ക് പിന്നിൽ ഇത്ര സ്വർണമുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു വിശ്വാസ്യത ഈ സ്വർണം കരുതൽ ശേഖരമായിട്ട് കൊടുക്കുന്നതിലുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വിശ്വാസ്യത കൂടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അമേരിക്കയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ കരുതൽ ശേഖരം ഇരിക്കുന്നത്. ഇന്ത്യയുടെ ശേഖരവും അമേരിക്കയുടെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക വിചാരിക്കുന്നത് പോലെയല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ വളരെയധികം വളരെ ഭംഗിയായിട്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ സാധനം 3 ഭാഗങ്ങളിലായിട്ടാണ് സൂക്ഷിക്കുന്നത്. നമ്മുടെ സ്വർണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമ്മൾ RBI വാൾട്ടുകൾ ഉണ്ടാക്കി അതിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഒരു ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ സിംഹഭാഗവും RBI വാൾട്ടുകളുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും സേഫും. പിന്നെ നമുക്ക് വിപണി തേടി പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ള രാജ്യങ്ങൾ ഇങ്ങോട്ടാണല്ലോ നിക്ഷേപിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഈ RBI വാൾട്ടുകൾ ഉണ്ടാക്കി നമ്മൾ ശേഖരിക്കുന്നു. പിന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നമ്മുടെ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്. BIS, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്, ഇതിനകത്തും നമ്മുടെ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ വിദേശ സ്വർണം അമേരിക്കയുടെ കയ്യിലല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന ഈ സ്വർണം, ഒരു രാജ്യം ഈ സ്വർണം അമേരിക്കയുടെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അമേരിക്ക ഇത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കും. രേഖാപരമായിട്ടുള്ള ഉടമസ്ഥാവകാശം ആ രാജ്യത്തിന് തന്നെ കൊടുക്കും. അമേരിക്കയ്ക്ക് അത് ഈ ഉപയോഗിക്കാനോ വിൽക്കാനോ കഴിയില്ല എന്നുള്ള ഒരു ഡീലിന്റെ പുറത്തൊക്കെയാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ പിറകിൽ അമേരിക്കയെ ഒരു ലോകശക്തിയായിട്ട് മാറ്റാനുള്ള ഈ ഒരു കരുതൽ ശേഖരം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇത് അമേരിക്ക ഒരു ലോകശക്തിയായിട്ട് വളർത്തിയതിൽ വലിയ പങ്ക് ഇതിലും കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ബിചേട്ടനോട് ഒരു വാർത്ത പറഞ്ഞു, നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകളും മറ്റു കാര്യങ്ങളും ഏവനെങ്കിലും വിൽക്കാനായിട്ട് എന്തെങ്കിലും ഒരു മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്, അത് വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. കാരണം അമേരിക്കയുടെ നട്ടലൊടിയാനായിട്ട് പോവുകയാണ്. അത് വേണ്ട എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമേരിക്ക ഓരോ രാജ്യങ്ങളെയും കൈവശപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അമേരിക്കയുടെ വലിയ വലിയ ട്രഷറി ബോണ്ടുകൾ ആ രാജ്യത്തെ കൊണ്ട് വാങ്ങിപ്പിക്കുക. ഇപ്പൊ ജപ്പാൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ജപ്പാൻ ഇന്നും അമേരിക്കയുടെ അടിമയായിട്ട് കഴിയുകയാണ്. ജപ്പാനിൽ അമേരിക്ക ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബിട്ട ശേഷം അമേരിക്കയും ജപ്പാനും വലിയ ദോസ്തുക്കളായി. അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ മുഴുവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ജപ്പാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതിൽ ഭൂരിഭാഗവും അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ അമേരിക്ക വിചാരിച്ചാൽ എന്തും നടക്കും. റെജീം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കലാപം ഉണ്ടാക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ജപ്പാൻ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ജപ്പാന് ചെയ്യാമെന്നുള്ളതാണ്. പല രാജ്യങ്ങളെയും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ജർമ്മനി ഇവരുടെ കരുതൽ ശേഖരത്തിലുള്ള സ്വർണം അമേരിക്കയിൽ നിന്ന് പിൻവലിക്കാനുള്ള വലിയൊരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു മുന്നറിയിപ്പാണ്. കാരണം യൂറോപ്പിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള രാജ്യം
ജർമ്മനി ഇത് ചെയ്യാൻ പോവുകയാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് കണ്ടു തന്നെ അറിയണം എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ യൂറോപ്പിലെ ജർമ്മനി ഇത് പിൻവലിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളും ഇത് പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം, അമേരിക്ക ഒരു പ്രാദേശിക ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളതിന്റെ ഒരു സ്ട്രോങ് സിഗ്നലാണിത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുമായി ഒരു ഫ്രീ ട്രേഡ് കരാർ ഒപ്പിടാനായിട്ട് ഇന്ന് അന്തിമ രൂപമായി കഴിഞ്ഞു. നാളെ ആ കരാർ ഒപ്പിടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ അതും വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് തിരിച്ചടികൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അമേരിക്ക വളർത്തുന്ന പാകിസ്ഥാന്റെ ഗതി ഇപ്പോൾ എന്താണ്? അമേരിക്ക വളർത്തുന്ന അതും ഇന്ത്യയെ തകർക്കാനായിട്ട് അമേരിക്ക വളർത്തുന്ന പാകിസ്ഥാന് ഒരു വമ്പൻ കരാർ UAE-യുമായിട്ട് ഒപ്പിട്ടിരുന്നു. UAE-യുടെ ഭരണാധികാരി സെയ്ദ് മുഹമ്മദ് ബിൻ അൽ നഹ്യാൻ ഇവിടെ വന്ന് പ്രധാനമന്ത്രിയുമായിട്ട് 3 മണിക്കൂർ ശടപടയെന്ന് പല കരാറുകളും ഒപ്പിട്ട് തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹം പാകിസ്ഥാനുമായിട്ടുള്ള ഒരു വലിയ കരാർ ലംഘിച്ചിട്ടുണ്ട്. വലിയ കരാർ എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിന്റെ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ്, അതിനുള്ള ഒരു കരാറാണ് ഇവർ എടുത്തിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ വളരെ ക്രൂഷ്യലാണ് ആ കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാന്. അതിനി വേണ്ട എന്ന് UAE കൃത്യമായിട്ട് പറയുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഒരു കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാര്യങ്ങൾ എടുത്ത് നോക്കുക എന്നുള്ളതല്ല, ഒരു സിഗ്നൽസും പരിശോധിച്ചു കഴിഞ്ഞാൽ ജർമ്മനി സ്വർണം പിൻവലിക്കുന്നു, അമേരിക്ക ആരും മൈൻഡ് ചെയ്യുന്നില്ല, ട്രഷറി ബോണ്ടുകൾ യൂറോപ്പ് വിൽക്കാൻ പോകുന്നു, യൂറോപ്പ് ഇന്ത്യയിലേക്ക് അടുക്കുകയാണ്. ചേട്ടാ, എന്റെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് അനുകൂലമായിട്ട് കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ജനതയോടും എനിക്ക് ബേസിക്കലി പേഴ്സണലി പറയാനുള്ളത്, മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക പല കാര്യങ്ങളിലും, ഫിനാൻഷ്യൽ നോളജ് നേടുക. ഇനി വരാൻ പോകുന്ന നാളുകൾ ഇന്ത്യയുടേതാണ് എന്ന് എന്റെ മനസ്സ് പറയുന്നു. യൂറോപ്പ് ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ ചായുമ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ അതിഭീകരമായിട്ട് ഞാൻ മുന്നിലേക്ക് കാണുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഇത് വലിയ വാർത്തയാണ്, ഈ കരുതൽ ശേഖരം പിൻവലിക്കുന്നത്. കാരണം ജർമ്മനി ചെറിയൊരു രാജ്യമല്ല. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള രാജ്യം ജർമ്മനിയാണ്. അവരുടെ ശേഖരത്തിന്റെ പകുതി ഒരു രാജ്യത്തിന് പൂർണ്ണമായിട്ട് അവരുടെ സ്വർണം കൊണ്ട് വേറെ ഇവിടെ നിക്ഷേപിക്കാൻ കഴിയില്ല. അതിന് 51, 49 അത് ഓരോ രാജ്യത്തിന്റെ ഓരോ ശതമാനമാണ്. ഇപ്പൊ ജർമ്മനിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 450 ബില്യൺ യൂറോയുടെ സ്വർണമുണ്ട്. അതിന്റെ പകുതി അവരുടെ കയ്യിലാണ്. 51% അവരുടെ ജർമ്മനി തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത്. ഈ 1950-60 കാലഘട്ടത്തിൽ ഈ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും ഒരു അരക്ഷിതാവസ്ഥ വരികയും ആ ഒരു സാഹചര്യത്തിൽ ജർമ്മനി വല്ലാതങ്ങ് വളർന്നു. അവർ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവരുടെ ഈ സ്വർണ്ണ ശേഖരം കൊണ്ടുവന്നിട്ട് അമേരിക്കയിൽ നിക്ഷേപിക്കുന്നത്. കാരണം അതിന് ധനുഷ് ആദ്യം പറഞ്ഞത് തന്നെയാണ് കാരണം. സുരക്ഷ, സൈനിക ശക്തി, പിന്നെ ഇടയ്ക്കിടെ ഭരണം മാറുന്നില്ല, ആഭ്യന്തര കലാപമൊന്നും ഉണ്ടാകാത്ത ഒരു രാജ്യം. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് അമേരിക്കയിൽ, കാരണം ഈ ഡോളർ ആവശ്യമുള്ളവരെല്ലാവരും കൊണ്ട് അമേരിക്കയിൽ കൊണ്ടുവന്ന് ഇത് ഡിപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സ്വർണം കരുതൽ ശേഖരമായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയും ഡോളർ വാങ്ങും. അങ്ങനെ ഡോളർ ഒരു പടക്കുതിരയാകുന്നതിന് ഒരു പ്രധാന കാരണം ഒന്നിതായിരുന്നു. മറ്റൊന്ന്, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുന്നത് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ അങ്ങ് രാജാവായി എന്നുള്ളതാണ് സംഭവം. അപ്പോ ഇതിനകത്ത് സിംഹഭാഗവും ജപ്പാനെ കണക്ക് അവരുടെ ഇതിന്റെ ഈ പറയുന്ന ബോണ്ടുകളുടെ ഒരു സിംഹഭാവവും വാങ്ങിയ രാജ്യങ്ങളുണ്ട്. നമുക്ക് പിന്നെ പണ്ട് ഗതിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഈ മൻമോഹൻ സിംഗ് ഒക്കെ പോയിട്ട് ആധാരം വെച്ച് പണം എടുത്തേനെ. പക്ഷെ അത് പറ്റിയില്ലാത്തതുകൊണ്ടാണത്. അന്ന് ഇത്രയും ഒരു ഇതില്ലാത്തതുകൊണ്ടാണ്. മൻമോഹൻ സിംഗിന്റെ ഇന്ററപ്റ്റ് ചെയ്യല്ല, മൻമോഹൻ സിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയല്ലോ. ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എക്സാക്ട്ലി മാറി നിൽക്കുക, അല്ലെങ്കിൽ വോട്ടെടുപ്പ് എന്ന് അങ്ങോട്ട് പോകാതിരിക്കുകയാണ് ചെയ്യുന്നത്, അബ്സ്റ്റെയിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാനെ പിന്തുണച്ച് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ നിലപാടെടുത്തു. ഒരു ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കപ്പെട്ടു കേട്ടോ. ഇന്ത്യ നൽകുന്ന 3 സന്ദേശമുണ്ട്. ഇത് പുതിയ ഇന്ത്യയാണെന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ അറിയാം ബിജേട്ടനെ ഉറപ്പായിട്ടും അറിയാമായിരിക്കും. മൻമോഹൻ സിംഗ് പണ്ട് ഇറാനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്, അമേരിക്കയെ പേടിച്ച്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇറാനെതിരെ. അപ്പോ അന്ന് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾക്ക് അന്ന് ഇന്ത്യക്ക് ആണവ ശക്തി അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ന്യൂക്ലിയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് മൻമോഹൻ സിംഗിനോട് ഇന്ത്യ പറഞ്ഞു അത് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ പോയി ഇറാനെതിരെ വോട്ട് ചെയ്തു. അപ്പോൾ ഇറാൻ അത് വലിയ വിഷമമായി. എന്നിട്ട് ഇന്ത്യയോട് ഇറാൻ ആ സമയത്ത് പറഞ്ഞത്, നിങ്ങൾ അമേരിക്കയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പീസ് ഗ്യാസ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു പൈപ്പ് ലൈൻ ഉണ്ട്, ആ പദ്ധതി അവിടെ വെച്ച് ഇറാൻ കട്ട് ചെയ്ത് കളഞ്ഞു ആ സമയത്ത്. അപ്പോൾ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും കൂടെ നമ്മളൊന്ന് തട്ടിച്ചു നോക്കുമ്പോഴും എത്ര ശക്തനായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ് നമുക്ക് ഇരിക്കുന്നത് എന്ന് നമുക്ക് വലിയ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാലും സുഡാപ്പികളുടെ മോദിക്കെതിരെയുള്ള തെറിവിളി മിച്ച ബാക്കിയാണല്ലോ എന്നുള്ളതാണ് ഒരു വിഷമം.
അതെ 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 നമുക്ക് ഇതിനകത്തേക്ക് വരാം. അപ്പൊ ഈ ജർമ്മനിയുടെ അപ്പൊ ഈ 1950-60 ശേഷം ഈ രണ്ടാം ലോകമായതിനു ശേഷം ഡിപ്പോസിറ്റ് എല്ലാവരും ചെയ്തു തുടങ്ങി. അവിടേക്കാണ് ഈ ഡോളറിന്റെ കരുത്ത് കൂടുന്നത്. ഇവിടെ ഈ ഒരു തരത്തിൽ പറഞ്ഞ നമ്മുടെ രാജ്യം ഉൾപ്പെടെ നന്ദി പറയേണ്ട ഒരേ ഒരു വ്യക്തി ഇന്ന് ലോകത്തുള്ളൂ, അത് ശ്രീമാൻ ട്രംപാണ്. അദ്ദേഹത്തിന്റെ ഈ പുതിയ പുതിയ ഓരോരോ നിലപാടുകൾ മൂലം കൂടെ നിൽക്കുന്നവരും പിണങ്ങി, എല്ലാവരെയും പിണക്കി അകറ്റി വെറുപ്പിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്താണ് റീതിങ്ക് ചെയ്യേണ്ടി വന്നത്? ഗ്രീൻലാൻഡിന്റെ വിഷയം, അവർക്ക് നേരെ നികുതി താരിഫ് ചുമത്താനുള്ള നീക്കം തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് തന്നെ നാറ്റോയുടെ മേധാവി മാർക്ക് റുട്ടെ പറഞ്ഞിരുന്നു, നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. അവരന്ന് യുദ്ധ പരിശീലനത്തിനൊക്കെ വേണ്ടി അത് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് ആ വാർത്ത മുമ്പ്. 72 മണിക്കൂർ ബങ്കറിൽ ഇരിക്കാനുള്ള പരിശീലനമൊക്കെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അവനവന്റെ ആയുധമൊക്കെ മേടിച്ച് സൂക്ഷിച്ച് ഗ്രീസൊക്കെ നേരത്തെ തന്നെ ഇന്ത്യയുടെ ആയുധങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങിയിരുന്നവർ. കാരണം എല്ലാവരും അപ്പന പൈസ ഉള്ളവൻ കണക്ക് നിങ്ങൾ ബഡ്ജറ്റൊക്കെ ഇച്ചിട്ട് കൂട്ടിക്കൊണ്ട്, പ്രതിരോധ ബഡ്ജറ്റൊക്കെ കൂട്ടിക്കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടെ ആയുധം വാങ്ങും, അമേരിക്ക നമ്പിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് അവർ അന്നേ പറഞ്ഞിരുന്നു. ഇത് കഴിഞ്ഞ വർഷം തുടങ്ങി, പുതിയതല്ല, കഴിഞ്ഞ വർഷം തന്നെ ഈ US-ന്റെ ഈ ഫെഡ് റിസർവിൽ സൂക്ഷിച്ചിരിക്കുന്ന 1236 ടൺ സ്വർണം തിരിച്ചെടുക്കാൻ അവർ ശ്രമം തുടങ്ങിയിരുന്നു. ഇപ്പൊ പുതിയ തുടങ്ങിയല്ലേ. ട്രംപിന് കലിപ്പ് വരുന്നതിന് കാര്യമുണ്ട്. ഈ ജർമ്മൻ ചാൻസലറും ട്രംപും തമ്മിൽ പണ്ടേ സുഖത്തിലല്ല. ഈ പേഴ്സണലി കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, കനേഡിയൻ പ്രധാനമന്ത്രി, പിന്നെ ഫ്രാൻസിന്റെ മാക്രോൺ, ഇവരെല്ലാം തമ്മിൽ കണ്ട കിരിയും പാമ്പുമാണ്. അപ്പം ഇത് കഴിഞ്ഞ വർഷമേ തുടങ്ങിയിരുന്നു. അപ്പം ട്രംപ് ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞതല്ല, ഇത്രയും ഈ വിരട്ടല് ഇപ്പൊ തുടങ്ങിയതല്ലത്. നേരത്തെ തന്നെ അവര് ഇതിനുള്ള ശ്രമം കഴിഞ്ഞ വർഷമേ തുടങ്ങിയിരുന്നു. എത്രയും പെട്ടെന്ന് അത് എടുക്കണം എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 164 ബില്യൺ യൂറോയുടെ സ്വർണമാണ് അമേരിക്കയുടെ പക്കലിരിക്കുന്നത്. അതായത് ഏതാണ്ട് 17.78 ലക്ഷം കോടി രൂപയുടെ സ്വർണമാണ് അവരുടെ പക്കൽ ഇരിക്കുന്നത്. അതായത് ജർമ്മനിയുടെ കരുതൽ ശേഖരത്തിന്റെ 37% അമേരിക്കയിലും 12% ബ്രിട്ടനിലുമാണ് ഇരിക്കുന്നത്. അപ്പൊ അത് പിൻവലിക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ ലക്ഷ്യമാക്കുന്നത്. ജർമ്മൻ ബാങ്കായ ബുണ്ടാസ് ബാങ്കിന്റെ മുൻ മേധാവിയായിട്ടുള്ള ഇമാനുവൽ മൊൻചിൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇത് പിൻവലിക്കണം. കാരണം അമേരിക്കയിൽ ട്രംപിന്റെ കീഴിൽ സുരക്ഷിതമല്ല നമ്മുടെ കാര്യം. കാരണം ഇതിൽ എപ്പോഴാണ് എന്താണ് പറയുന്നതെന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പിൻവലിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല രാജ്യങ്ങളും പിൻവലിക്കാമെങ്കിൽ ഡോളർ ഇന്ന് കാണുന്ന പകിട്ട് കാണില്ല. കാരണം ഡോളറിൽ കൂടെ ട്രേഡിംഗ് നടത്താനും വ്യാപാരം നടത്താനാണല്ലോ നമ്മളവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതില്ല. ഇനി അതിന്റെ ഇല്ല എന്ന് മാത്രവുമല്ല, ഈ മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കാനായിട്ടുള്ള വകുപ്പും വരുന്നില്ല. ഇവിടെയാണ് ഇതിന്റെ സാമ്പത്തികമായ ഒരു നട്ടല് തകർക്കുന്ന ഒരു വലിയ നീക്കമാണ് ഇപ്പോൾ ജർമ്മനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു രാജ്യം പിൻവലിച്ചാൽ മതി, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ബാങ്ക് പൊട്ടുമ്പോൾ എല്ലാവരും കൂടെ പോയിട്ടാണല്ലോ പൈസ വയ്ക്കുന്നത്. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് തന്നെ പൊട്ടി തകരുന്നത്. അല്ലാതെ ഓരോരുത്തരായിട്ട് ഒരു മാസത്തിനിടയ്ക്ക് ഒരാളാണ് പിൻവലിക്കുന്നെങ്കിൽ ബാങ്കുകാരനെ എവിടെയെങ്കിലും ഒപ്പിച്ചേക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു വലിയൊരു അവസ്ഥ ഇതിലേക്ക് പോകുന്നത്. ഇനി മറ്റൊന്ന് വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും 2 പ്രസിഡന്റുമാരും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. നാളെ അവര് ഒരു വലിയ കരാറുകളുടെ മാതാവ് എന്ന് തന്നെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇതിനെ വലിയൊരു കരാർ ഒപ്പിടുകയാണ്. എന്താണ് ആ കരാർ എന്ന് കൂടി പറയുമ്പോഴാണ് നമ്മുടെ രാജ്യം എത്രത്തോളം തിളക്കമായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ഈ കരാറിൽ 2 കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അത് ട്രംപിന് ഒരു നല്ല സൂചനയാണിത് കേട്ടോ. കാരണം കൃഷിയും ക്ഷീരമേഖലയും ഈ കരാറിൽ പറയുന്നതിൽ അത് ഒഴിച്ച് ബാക്കിയുള്ളതിലെല്ലാമായിട്ടാണ് കരാർ. അതായത് ഫ്രീ ട്രേഡിംഗ് വേണ്ടത് ട്രംപിന് മാത്രമല്ല യൂറോപ്പിൽക്കാർക്കും വേണ്ടതായിരുന്നു. അവർ ഇന്നലെ അവിടെ ട്രാക്ടറൊക്കെ നിരത്തിയിട്ട് UK-ലും ഒക്കെ സമരം നടത്തിയിരുന്നു അവിടുത്തെ കർഷകർ. കാരണം ഈ ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഇറക്കാൻ നമ്മൾ അതിനൊന്നും തുടത്തില്ല എന്ന് പറഞ്ഞു. അതില്ലാത്ത കരാറുകൾ ഇനി എല്ലാവരുമായിട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വമ്പൻ കുറെ കരാറുകളൊന്നും ഒപ്പിട്ടിട്ടുണ്ട്. UAE-യുമായിട്ട് ഫ്രീ ട്രേഡിംഗ് കരാർ വെച്ചിരുന്നു, ഓസ്ട്രേലിയയുമായിട്ട് വെച്ചു, മൗറീഷ്യസുമായിട്ട് വെച്ചു, UK-യുമായിട്ട് വെച്ചിരുന്നു. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് വെച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങള് 2024 27 ഈ രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മളുടെ മൊത്തം ബിസിനസ് എന്ന് പറഞ്ഞാൽ 19,000 കോടി രൂപയുടേതായിരുന്നെങ്കിൽ അമേരിക്കയുടേതുമായിട്ടുള്ളത് 13,100 കോടിയുടേതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉയർന്നു വരും, അമേരിക്കയല്ലേ മുൻപിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയാണ് മുൻപിൽ. 13,100 കോടി രൂപയുടെ ബിസിനസ്സാണ് അമേരിക്കയായിട്ട് നടന്നത്. യൂറോപ്യൻ യൂണിയനുമായിട്ട് 19,000 കോടി രൂപ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും ഓരോ രാജ്യങ്ങളായിട്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കുഞ്ഞൻ രാജ്യങ്ങളല്ലേ, ഫ്രാൻസ്, ജർമ്മനി, UK. അപ്പൊ അവരുടെ വിഹിതം നോക്കുമ്പോൾ കുറവാണ്. ഒറ്റ രാജ്യം എന്നുള്ള രീതിയിൽ അമേരിക്ക മുമ്പിലാണ്. ഇപ്പൊ നമ്മൾ അവരെ ഒരു യൂണിറ്റ് ആയിട്ട്, അതായത് 27 രാജ്യങ്ങളെയും കൂടി ഒരു യൂണിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്തു നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ എന്നല്ല. സെപ്പറേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. അപ്പം ഇതിനെ ഒരു ബ്ലോക്കായിട്ട് കണ്ടുകൊണ്ട് നിൽക്കണം. അങ്ങനെയാണ്. ഇനി
ഇവിടെ ഒരു വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കയറ്റുമതി ആണ് കൂടുതൽ, ഇറക്കുമതി അല്ല ഇപ്പൊ നിലവിൽ. 2024-25 നമ്മുടെ ഈ രാജ്യത്തുള്ള കയറ്റുമതി 10,590 കോടി രൂപയുടെ കയറ്റുമതി നമ്മൾ നടത്തി. ഇറക്കുമതി 8,370 കോടിയുടെ ഉള്ളായിരുന്നു. അപ്പൊ നമുക്ക് മിച്ചമാണ്, വ്യാപാര മിച്ചം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. വ്യാപാര മിച്ചമാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഇത്രയും കയറ്റുമതി ഉണ്ടാകാൻ കാരണം എന്താ അറിയാവോ? ഈ റഷ്യ ഉക്രൈൻ വാർ നടന്നപ്പോൾ നമ്മൾ കുറെ എണ്ണ ഇറക്കുമതി ചെയ്തായിരുന്നല്ലോ. ഈ എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഏവിയേഷൻസ് ഓയിലും ഒക്കെയാണ് ഈ കയറ്റുമതി ചെയ്ത് നമുക്ക് ഈ ഒരു ഇത്രയും എമൗണ്ടിലേക്ക് എത്തിക്കാനുള്ള കാരണം. അവർക്ക് അത് അനിവാര്യമാണ്. അത് പിന്നെ ഇത് കൂടാതെ ടെക്സ്റ്റൈൽസ് ഉണ്ട്, മിഷനറീസ് ഉണ്ട്, അങ്ങനെ ഫാർമയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാറ്, ഓട്ടോമൊബൈൽസ്, വിമാനങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, മദ്യപിക്കുന്നവരെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ ഒരു ഡീലും കൂടാണിത്. കാരണം അവിടുന്ന് 78 ലക്ഷം കോടി രൂപയുടെ ഇത് വൈൻ മാത്രം ഇറക്കുമതി ചെയ്യുന്നുണ്ട് UK. അതുകൂടാതെ അവരുടെ 78 ലക്ഷം കോടി രൂപയുടെ 78 ലക്ഷത്തിന്റെ കോടിയല്ല 78 ലക്ഷം രൂപയുടെ വൈൻ മാത്രം ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു മദ്യങ്ങളുണ്ട്. ഈ ജിന്ന്, വോഡ്ക എന്നൊക്കെ പറഞ്ഞ്, ഈ ടെക്കീല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മദ്യം ഉണ്ടല്ലോ, ടെക്കീല, അങ്ങനെയാണെന്ന് തോന്നുന്നത് അത് ഉച്ചരിക്കുന്നത്. ആ മദ്യമൊക്കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനൊക്കെ ഇപ്പൊ എത്ര ശതമാനം, 150% ടാക്സ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഇറക്കുമതി ചെയ്യുന്നത്. അതൊക്കെ ഇനിയിപ്പം കുറയ്ക്കും, 20-25 കണ്ട് ആദ്യഘട്ടത്തിൽ കുറയ്ക്കും. ഏറ്റവും ഒടുവിൽ അത് 10% ടാക്സ് കൂടി എത്തിക്കുക എന്നുള്ളതാണ് 10 വർഷത്തിനുള്ളിൽ. തുടക്കത്തിലില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോളടിക്കുന്നത് ഈ ബ്രിട്ടനിലും മറ്റൊക്കെയുള്ള കാർ നിർമ്മാതാക്കളാണ്. ഇപ്പോൾ അവർക്ക് 110% ടാക്സ് ആണ്. നമ്മുടെ ഈ എലോൺ മസ്കിന്റെ ഒക്കെ എന്താണ് ഒരു കാർ ഇറങ്ങിയായിരുന്നല്ലോ, ടെസ്ല. ആ കാറിനൊക്കെ 110 കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് 110. ആ 110 എന്നുള്ളത് നമ്മൾ കുറച്ചൊരു 40-50 ആക്കി കൊടുക്കും. ഇതും അമേരിക്കയ്ക്ക് ക്ഷീണം ചെയ്യും. അതായത് യൂറോപ്യൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 140 കോടി ജനമുള്ള ഒരു വിപണി കിട്ടും. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 45 കോടി ഉന്നതമായ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ജനത്തെ കിട്ടും. ഇതാണ് നമ്മളുടെ വ്യത്യാസം. അതായത് കയറ്റുമതിക്കാരെ സംബന്ധിച്ച് 45 കോടി ഹൈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയാണ് കിട്ടുന്നത്. UK സംബന്ധിച്ച് 140 കോടി പേരുള്ള ഒരു വിപണി. അതല്ല, അവരുടെ പല ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുമല്ലോ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയറ്റുമതി നമ്മൾ എല്ലാം കയറ്റുമതി UK നടത്തുന്നില്ല. അതായത് നമ്മളുടെ മിഷനറീസ് പോകുന്നുണ്ട്, കമ്പ്യൂട്ടർ പോകുന്നുണ്ട്, സേവനങ്ങൾ പോകുന്നുണ്ട് നമ്മുടേത്, ഒപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് വിടുന്നത്. പക്ഷെ നേരെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും കയറ്റുമതിയുടെ പൈസ കൂടുതൽ കിട്ടിയത് കേട്ടോ. ഇനി തിരിച്ചവർ ഇറക്കുമതി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ കുറഞ്ഞ കാറുകളും ഇലക്ട്രിക്കൽ കാറുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് ഇത് നേട്ടം തന്നെ. കാരണം നമ്മൾ 140 ഉണ്ട്, അവരില് 140 നമ്മൾ മുമ്പ് ഒരു ചർച്ച നമ്മൾ പറഞ്ഞിരുന്നു. 30 കോടിയോളം പേര് ഹൈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹൈ പൊട്ടൻഷ്യൽ, അതിന് താഴെയുള്ളവരും ഉണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എത്താൻ പറ്റും. പക്ഷെ ഇവിടെ അവർക്ക് ആകെ ഇതിനകത്ത് ഒരു വിയോജിപ്പുണ്ടായി. ഈ കരാർ ഇപ്പൊ പെട്ടെന്ന് മോദി വന്നപ്പം പെട്ടെന്ന് വന്നതുമല്ല കേട്ടോ. അതും പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ തെറ്റിദ്ധാരണ വരും. 2007 മുതൽ നമ്മൾ ഇതിന് ചർച്ച നടത്തുന്നത്. 2007 നരേന്ദ്രമോദി 2014. ഇത് പല വട്ടം തട്ടിപ്പോയി. ഇപ്പൊ എന്ത് സ്പീഡാകാൻ കാരണം വെച്ചാൽ ട്രംപ് വന്നിട്ട് അവർക്കും താരിഫ് കൊടുത്തു. അവരുടെ കാപ്പാടെ കുളമാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എത്രയും പെട്ടെന്ന് ഈ കരാറുമായിട്ട് പോയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് തോന്നിയതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ശുഷ്കാന്തി കാണിക്കും. ഇവിടുന്ന് നമ്മളും അതിന് വേണ്ട നീക്കങ്ങൾ നടത്തുകയും ചെയ്തപ്പോഴാണ് ഇതിപ്പോ പ്രാവർത്തികമാകുക. അതായത് 18 വർഷം എടുത്ത് ഈ കരാറ് ഒന്ന് സെറ്റിലാകാനെന്നുള്ളതാണ് അല്ലാതെ ഏറ്റവും വലിയ ഒരു വാർത്ത. ഏതായാലും ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. ഈ രണ്ട് വാർത്തകളും അമേരിക്ക സംബന്ധിച്ച് അത്ര സുഖകരമായ ഒരു വാർത്ത അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ ഈ താരിഫൊക്കെ ഉയർത്തുമ്പോൾ ഇന്ത്യ വളരെ ക്ഷമയോടുകൂടി, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്ഷമ ആട്ടും സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നതൊക്കെ വളരെ ക്ഷമയോടുകൂടി തന്നെ ആ ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും ഒന്നും പ്രതികരിക്കാതെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ഓരോ നീക്കങ്ങൾ നടത്തി നമ്മൾ മുൻപോട്ട് പോകുന്നു. ഇന്നിപ്പോ മിഡിൽ ഈസ്റ്റിൽ പോലും അമേരിക്കയ്ക്ക് നമുക്ക് ഒരു പിടുത്തവും ഉണ്ടായിരുന്നത്. നമ്മുടെ കൂടെ ഈ ഇറാൻ കണക്കുള്ള രാജ്യങ്ങളായിരുന്നു. ഇന്ന് UAE പോലുള്ള രാജ്യങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കാനെങ്കിലും അവർ തയ്യാറാകുന്നുണ്ട്. കാരണം അവർക്കും കാര്യങ്ങളുടെ ഒരു ഗതി മനസ്സിലായി. അമേരിക്കയുടെ ഈ ട്രാപ്പിൽപ്പെട്ട് കിടക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട്, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ. അപ്പോൾ ആ സ്വാഭാവികമായി തന്നെ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പാകിസ്ഥാനോടുള്ള കരാർ അവർ റദ്ദ് ചെയ്യുന്നത്. കാരണം കേവലം 3 മണിക്കൂർ നേരത്തെ അടിയന്തരമായിട്ട് വരികയാണ്. സാധാരണ നമുക്കറിയാം ഈ UAEയുടെ മറ്റുമൊക്കെ ഭരണാധികാരികൾ വരികയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ എല്ലാ മാധ്യമങ്ങൾക്കും അവർ പ്രസ് റിലീസ് നൽകും. വിദേശകാര്യ മന്ത്രാലയം നമ്മൾ അന്നത് പറഞ്ഞിരുന്നതാണ്. അത് ആർക്കും തന്നിരുന്നില്ല. തലേ ദിവസം വൈകിട്ട് വിളിച്ച് പറഞ്ഞു നാളെ വരും. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്കൊക്കെ അപ്രതീക്ഷിതമായ ഗസ്റ്റ് വരുന്നതെന്നൊക്കെ പറയാം. നാളെ വരും, ഇങ്ങനെ ആള് വരുന്നുണ്ട് എന്ന് പറയുക മാത്രമാണ്. വേറെ ഒരു ഡെക്കറേഷനും ഇല്ല. വരുന്നു, 3 മണിക്കൂർ ചർച്ച നടത്തുന്നു, തിരിച്ചു പോകുന്നു. ഇത് എന്താണ് സംഭവിച്ചെന്ന് ഇപ്പോഴും ലോകരാജ്യങ്ങൾക്കോ നമ്മുടെ രാജ്യത്തുള്ളവർക്കോ പോലും വലിയ വ്യക്തതയില്ല എന്താ സംഭവിച്ചത്. പക്ഷെ ചെന്നതിന്റെ അടുത്ത ദിവസം ചെയ്ത പണി എന്ന് വെച്ചാൽ പാകിസ്ഥാനിലുള്ള ഇസ്ലാമാബാദിന്റെ വിമാനത്താവളത്തിന്റെ
കരാർ റദ്ദ് ചെയ്യാൻ ആദ്യം ചെയ്തത്. ബാക്കിയുള്ള പണികൾ എന്താണെന്നുള്ളതിന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ അതിൽ ഏതാണ് ഇനി അടുത്ത നീക്കങ്ങൾ എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്നത് 2025 നമ്മളെ സംബന്ധിച്ച് അല്പം മന്ദതയോട് കൂടിയിട്ടുള്ള ഒരു വർഷമായിരുന്നെങ്കിൽ 2026 തുടക്കത്തിൽ തന്നെ വളരെ ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ രാജ്യം കയറി വരുന്ന ഒരു, കാരണം ഒരുപാട് രാജ്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഇതുപോലെ അമേരിക്കയ്ക്ക്, അത് നമ്മുടെ ഇടപെടൽ കൊണ്ടൊന്നും അല്ല, അവരുടെ സുരക്ഷിതത്വം മാനിച്ചിട്ടാണ് ഈ സ്വർണത്തിന്റെ ഇതൊക്കെ അവർ പിൻവലിക്കാൻ തീരുമാനിച്ചത്. അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, നമ്മളുമായിട്ടല്ല. ഒരുപക്ഷെ എന്താണ് പറയുന്നത്, എങ്ങനെയൊക്കെയോ അത് സംഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നരേന്ദ്രമോദി ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ ഇടപെട്ടിട്ടോ ഒന്നും അവർ പിൻവലിക്കുന്നതല്ലാതെ. പക്ഷെ യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു നമ്മളൊരു കരാർ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബെനിഫിറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടെക്സ്റ്റൈൽ രംഗത്തൊക്കെ ഈ അമേരിക്കയുമായിട്ടുള്ള ബിസിനസിന്റെ താരിഫൊക്കെ വന്ന് തകർന്നുകൊണ്ട് ആ ടെക്സ്റ്റൈൽ ബിസിനസിന് കുറച്ചുകൂടി ഉത്തേജനം പകരുന്നതാണ്. ഇത് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചും വളരെ ബെനിഫിറ്റ് ഭയങ്കരമാണ്. ഇതിന്റെ എനിക്ക് തോന്നുന്നു രണ്ടു കൂട്ടരും ബെനിഫിഷ്യറി, രണ്ടു കൂട്ടർക്കും ഗുണമാണെന്നുള്ളതാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾക്ക് മാത്രമല്ല, അമേരിക്ക കൊണ്ടുവരുന്ന കരാർ മുഴുവൻ അവർക്ക് ഗുണപ്പെടുന്ന രീതിയിലാണ്. നമ്മുടെ ക്ഷീരമേഖല വേണം, കാർഷിക മേഖല വേണം, പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അതിന് ടാക്സ് വെക്കരുത്, നിങ്ങൾ കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ വലിയ ആന ടാക്സ് തരും, ഇങ്ങനെ ഒരു കടുംപിടുത്ത രീതിയിലാണ് പോയെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇതേ രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ശരിയാണ് ധനുഷ് ആദ്യം സൂചിപ്പിച്ച കണക്ക് ഒരു എന്താണ് പറയുന്നത്, ഒരു സാങ്കല്പികമായിട്ട് അല്ലെങ്കിൽ ഒരു കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ അമേരിക്ക ആ ഒരു ഏരിയയിൽ ഒറ്റപ്പെടുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ കഴിയും. കാരണം ഈ കൂട്ടം നിൽക്കുന്നവർ തന്നെ ഇങ്ങനെ പതുക്കെ മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒറ്റപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും ഒറ്റപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും അതിനൊരു അർത്ഥമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്.